ഏതു വിധേനയും ഇന്ത്യയെ തുലയ്ക്കണം എന്ന് ആക്രോശിച്ച് ഇന്ത്യൻ പതാക ചവിട്ടിമെതിച്ച ബംഗ്ലാദേശിൽ ഇപ്പോൾ കാണുന്നത് വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. ഇന്ത്യ തങ്ങളുടെ വിസ സേവനങ്ങൾ പൂർണ്ണതോതിൽ പുനരാരംഭിച്ചപ്പോൾ കടുത്ത ഭാരതവിരുദ്ധ പ്രചരണങ്ങൾ നടത്തിയിരുന്ന ബംഗ്ലാദേശികൾ ഇന്ത്യൻ വിസയ്ക്കായി തിരക്ക് കൂട്ടുകയാണ്. വിസ കവാടം തുറന്ന് വെറും 24 മണിക്കൂർ കൊണ്ട് തന്നെ 1.4 ലക്ഷം അപേക്ഷകളാണ് ഓൺലൈൻ സിസ്റ്റത്തിലേക്ക് വന്നത്. 2024 ഓഗസ്റ്റ് 5-നുണ്ടായ രാഷ്ട്രീയ അട്ടിമറിയെയും കടുത്ത സുരക്ഷാ പ്രശ്നങ്ങളെയും തുടർന്നാണ് ഇന്ത്യ താൽക്കാലികമായി റെഗുലർ വിസ സർവീസുകൾ നിർത്തിവെച്ചത്. ഇതിനിടയിൽ അടിയന്തര മെഡിക്കൽ ബിസിനസ് വിസകൾ അനുവദിച്ചിരുന്നു. എന്നാൽ ബംഗ്ലാദേശികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ടൂറിസ്റ്റ് വിസകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീങ്ങിയതോടെയാണ് വിസ ആപ്ലിക്കേഷൻ സെന്ററുകളിൽ ജനങ്ങൾ ഇരച്ചെത്തിയത്. ബംഗ്ലാദേശിലെ പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി ചുമതലയേറ്റ ദിനേശ് ത്രിവേദി ധാക്കയിലെ ജമുന ഫ്യൂച്ചർ പാർക്കിലുള്ള വിസ സെന്ററിൽ സന്ദർശിച്ച വേളയിലാണ് ടൂറിസ്റ്റ് വിസകൾ ഉടനടി ലഭ്യമാക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയത്. ധാക്കയ്ക്ക് പുറമെ ചിറ്റഗോഗ്, രാജ്ഷാഹി, സിൽഹറ്റ്, ഖുൽന എന്നീ പ്രധാന 5 ഹബ്ബുകളിലും വിസ വിതരണം സജീവമായിട്ടുണ്ട്. പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തിങ്കളാഴ്ച പുലർച്ചെ മുതൽ വിസ സെന്ററുകളുടെ മുന്നിൽ കിലോമീറ്ററുകളോളമാണ് ജനങ്ങളുടെ നീണ്ട ക്യൂ പ്രത്യക്ഷപ്പെട്ടത്. മണിക്കൂറുകളോളം കടുത്ത ചൂടിൽ വരി നിന്നിട്ട് വിസ അപേക്ഷ സമർപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് പലരും. വിസ സെന്ററിലെ ഈ കാഴ്ച മെഡിക്കൽ ടൂറിസം, ഷോപ്പിംഗ്, വിനോദയാത്ര എന്നിവയ്ക്കായി ബംഗ്ലാദേശ് എത്രത്തോളം അയൽരാജ്യമായ ഇന്ത്യയെ ആശ്രയിക്കുന്നു എന്നതിന് തെളിവാവുകയാണ്. ബംഗ്ലാദേശികളുടെ ഈ ഉന്തും തള്ളലും കണ്ടിട്ട് ഈ അടുത്ത ദിവസം വരെ ബംഗ്ലാദേശികൾ ഉയർത്തിയ ബോയ്ക്കോട്ട് ഇന്ത്യ ക്യാമ്പയിനുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രശസ്ത ബംഗ്ലാദേശി എഴുത്തുകാരി തസ്ലീമ നസ്രിൻ കുറിക്കുന്നത് ഇങ്ങനെയാണ്. വിസയ്ക്കായി ക്യൂ നിൽക്കുന്ന ബംഗ്ലാദേശികളുടെ ഇരട്ടത്താപ്പിനെയും തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അവർ ക്രൂരമായി പരിഹസിച്ചു. ഇപ്പോൾ ക്യൂ നിൽക്കുന്നവരിൽ എത്ര പേർ മുൻപ് ഡൽഹിയോ അതോ ധാക്കയോ എന്ന് ഭാരതവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടാവും? എത്ര പേർ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചവരാണ്? ഇതിൽ എത്ര പേർ ഇന്ത്യൻ പതാക കാലുകൊണ്ട് ചവിട്ടിമെതിച്ചു? ഇതിൽ എത്ര പേർക്ക് ഹിന്ദുക്കളോട് വെറുപ്പാണ്? ഇന്ത്യയെ ശത്രുവായി കാണുന്ന എത്ര പേർ ഇപ്പോൾ ഈ കൂട്ടത്തിലുണ്ട്? എനിക്കത് കൃത്യമായി അറിയണം. ബംഗ്ലാദേശികളുടെ രാഷ്ട്രീയവും മതപരവുമായ കാഴ്ചപ്പാടുകൾ എന്തുതന്നെയായാലും സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും എത്രത്തോളം വെറുപ്പ് പ്രചരിപ്പിച്ചാലും തങ്ങളുടെ നിത്യജീവിതത്തിനും ആവശ്യങ്ങൾക്ക് അവർക്ക് ഇന്ത്യയെ ആശ്രയിച്ചേ മതിയാകൂ. ഈ വിസ തിടുക്കത്തിൽ നിന്ന് ആ സത്യമാണ് വെളിവാകുന്നത്.